ഹേ ഗൈസ്, മലേഷ്യയിൽ വന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ അഡീഷണൽ ഡേ എടുത്തിട്ട് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. സോ നമ്മൾ ആദ്യം പോകുന്നത് തിയാൻഹ്യൂ എന്ന് പറഞ്ഞൊരു ചൈനീസ് ടെമ്പിളിലേക്കാണ്. ചൈനീസ് ജലദേവതയായ മാസുവിന് വേണ്ടിയാണ് ഈ ഒരു ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 1987 ഹൈനനീസ് വംശജരായ ആളുകളാണ് ഈ ഒരു അമ്പലം പണിയുന്നത്. ചൈനീസ് മിത്തോളജി അനുസരിച്ച് ഗോഡ് ഓഫ് മാരേജ് എന്നറിയപ്പെടുന്ന യൂയിലാവോയുടെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഗോഡസ് ഓഫ് മേഴ്സി എന്നറിയപ്പെടുന്ന ഗ്വാൻജിൻ സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. അപ്പോൾ എൻട്രൻസിന് മുമ്പിലായിട്ട് ഇതുപോലെ ഒരു ഡ്രാഗൺ സ്റ്റാച്ചു കാണാം. ചൈനീസ് മെത്തോളജിയിൽ ഡ്രാഗണിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിയാൻഹ്യൂ ടെമ്പിളിൽ 6 നിലകളാണുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഒരു ക്യാൻറ്റീനോ അതുപോലെ സുവനീർ ഷോപ്സും ആണ്. സെക്കൻഡ് ഫ്ലോറിൽ ഒരു മൾട്ടിപർപ്പസ് ഹോളും തേർഡ് ഫ്ലോറിൽ ഓഫീസസും ആണ്. 4ാമത്തെ ഫ്ലോർ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രെയർ ഹോളും വരുന്നത്. ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഒരു സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്രയധികം തിരക്ക് ഇവിടെ വന്നിട്ടില്ല. കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, സ്കൂളോ കോളേജോ എന്തോ ആണ്. ഈ കാണുന്നത് ഓഫറിങ്സ് ആണ്. നമ്മൾ പള്ളിയിലൊക്കെ തിരികളൊക്കെ കത്തിക്കുന്നത് പോലെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലാമ്പ് മേടിക്കാം, എന്നിട്ട് പ്രയറിന് ശേഷം തിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രയർ ഹോളിനകത്തുള്ള കാഴ്ചകൾ. ഇവിടെ ആക്ച്വലി 3 ഓൾട്ടേഴ്സ് ഉണ്ട്. സെൻട്രലിലുള്ള ഈ ഒരു ഓൾട്ടറിലാണ് ചൈനീസ് ഗോഡസായ മാസുവിനെ വെച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഗോഡസ് ഓഫ് വാട്ടർ ഫ്രണ്ടും റൈറ്റ് സൈഡിലുള്ളത് ഗോഡസ് ഓഫ് മേഴ്സിയുമാണ്. ഇവിടുത്തെ മെയിൻ എൻട്രൻസിൻ്റെ ഡോറിലായിട്ട് ഡ്രാഗൺസ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രയർ ഹോളിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഒരു ഡോം ഉണ്ട്. ഇത് അറിയപ്പെടുന്നത് കൈസോൺ സീലിംഗ് എന്നാണ്. ഏഷ്യൻ ചൈനീസ് ആർക്കിടെക്ചറിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. നിങ്ങൾ മലേഷ്യയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. വൈകിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നല്ല കിടിലൻ വിഷ്വൽസും ഫോട്ടോസും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ പേപ്പർ ലാംപ്സ് ഒക്കെ കത്തിച്ച് ലൈറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളി ലുക്കായിരിക്കും ഇത് കാണാനായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും മേളിലത്തെ ഫ്ലോറിലാണ്. അവിടെ ഒരു റെസ്റ്റിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിലായിട്ടാണ് ഈ ഒരു ചെണ്ടൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഗാർഡനും ഒക്കെ ഉണ്ട്. ഈ ഗാർഡനുള്ള ലെവൽ ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെ തന്നെയാണ് സുവനീർ ഷോപ്പും ക്യാൻറ്റീനും ഒക്കെ ഉള്ളത്. നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണ് കയറി വന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ താഴെ കാണുന്നതാണ് പ്രയർ ഹോൾ. അതിൻ്റെ അഡ്ജസ്റ്റൻ്റായിട്ട് നിങ്ങൾ കാണുന്ന പോലെ അവിടെ കുറച്ച് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ടോപ്പ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെയും 2 സൈഡിലായിട്ട് റെസ്റ്റിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. ടേബിളും ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലുള്ളൊരു ക്യാൻറ്റീൻ. ഇതിനടുത്തായിട്ടൊരു ഓഫീസ് ഉണ്ട്. അവിടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടധികം പോകുന്നില്ല. ആൻഡ് ഇതാണ് ഇവിടുത്തെ സോവനീർ ഷോപ്പ്. ഇവിടെ നമ്മൾ നേരെ എക്സിറ്റ് ചെയ്ത് എൻട്രൻസിൻ്റെ താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് സെൻട്രൽ മാർക്കറ്റും ചൈന ടൗണും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.